നമസ്കാരം. എല്ലാവർക്കും എൻ്റെ കൊച്ചു ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം. ഇന്നിവിടെ വായിക്കാൻ പോകുന്ന കഥയുടെ പേര് കൊച്ചു മാലാഖ എന്നാണ്. ഒരപ്പൻ്റെയും മകളുടെയും ജീവിതവും മരണവും ആണ് കഥയിലെ മുഖ്യ പ്രമേയം. ഞാൻ എഴുതിയൊരു കഥയാണ്. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കഥ ആരംഭിക്കാം. അന്ന് ഒരു മഴ ദിവസമായിരുന്നു. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ ഇടിനാദങ്ങൾ വന്നു വീണു. പറമ്പിലുള്ള മാവ്, പ്ലാവ് തുടങ്ങിയ നാനാവിധ വൃക്ഷങ്ങളും മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ ആടിത്തിമിർക്കുന്നു. ആ മഴയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ റപ്പായുടെ വീട് നനഞ്ഞു കുതിർന്നു നിൽക്കുകയാണ്. വീടിൻ്റെ പിന്നാമ്പുറത്തു നിന്നും തണുത്ത ചെവികൾ കുടഞ്ഞു വന്ന ഒരു നായ മുൻവശത്ത് വീടിനോട് ചേർന്ന് കിടന്ന ഷീറ്റിനടിയിൽ സ്ഥാനം പിടിച്ചു. പോ ശവമേ എന്ന് പറഞ്ഞ് അകത്തുനിന്നും തോർത്തും വീശി റപ്പായി ഓടി വന്നു. ഒരു വീക്ക് വെച്ചു കൊടുത്തു അതിന്. ദയനീയ സ്വരത്തിൽ മുങ്ങിക്കൊണ്ട് ആ നായ മുന്നിൽ കണ്ട റോഡിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പുറത്ത് പിന്നെയും ആരോ വിളിക്കുന്നു, റപ്പായിയെ, റപ്പായിയെ. പുകയടിച്ചു മുഷിഞ്ഞു മങ്ങിയ ആ വീട്ടിൽ റപ്പായി ഒറ്റയ്ക്കാണ്. ഉമ്മറത്ത് വന്ന് നോക്കുമ്പോൾ തുരുമ്പിച്ച പഴയ സൈക്കിളിനെ ചുമരിൽ ചാരി നിർത്താനുള്ള ശ്രമത്തിലാണ് പീറ്റർ, റപ്പായുടെ ഒരു പഴയ സുഹൃത്ത്. മൂക്കറ്റം രാവിലെ തന്നെ അകത്താക്കിയ മട്ടാണ് അയാൾ. പിന്നെയും വിളിച്ചു കൂവിക്കൊണ്ട് പീറ്റർ അകത്ത് ചെന്ന് നോക്കി. ആകെ വലിച്ചു വാരിയിട്ട് കൂട്ടിയിരിക്കുന്നു. ഉപയോഗിക്കുന്നതും ഉപയോഗശൂന്യമായതും എല്ലാം ഇടകലർന്ന് കിടക്കുന്നു. മുഷിഞ്ഞ ഗന്ധം ആ വീടാകെ പരന്നു കിടന്നു. അതിനുള്ളിൽ പല ജീവികളും വരെ കുടിയിരുപ്പുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. റപ്പായി തിരക്കിട്ട എന്തോ പണിയിലാണ്. ആടി പീറ്റർ അടുക്കളയിൽ ചെന്ന് നോക്കി. കറ പിടിച്ചു കാലാവധി തീരാറായ ഒരു ഗ്ലാസ്സിൽ നിന്നും മറ്റൊരു ഗ്ലാസ്സിലേക്ക് ചായ പകർത്തുന്ന റപ്പായി. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രക്രിയ തുടർന്നു. ചായയും കൊണ്ട് മുറിയിലേക്ക് ചെന്ന് മകളെ വിളിച്ചുണർത്തി. സോഫിമോളെ, എണീക്ക്. വല്യമ്മച്ചി പറഞ്ഞിട്ടില്ലേ പെൺകുട്ടികളായാൽ ഇങ്ങനെ ഇത്രയും നേരം ഉറങ്ങാൻ പാടില്ലെന്ന്? റപ്പായി നിലത്തേക്ക് നോക്കി. പുസ്തകങ്ങൾ ചിതറിക്കിടക്കുന്നു. അയ്യോ, എലിയും പാറ്റയും എല്ലാം കരണ്ടല്ലോ. ഇതെല്ലാം കണ്ടുനിന്ന പീറ്റർ തല കുമ്പിട്ട് പുറത്തേക്ക് വന്നു. മഴയുടെ താളം തീരെയില്ല. കാറ്റും നിലച്ചു. അയയിലെ തുണിയിൽ നിന്നും വെള്ളം ഇറ്റു വീണുകൊണ്ടിരുന്നു. സ്വയം എന്തോ പുലമ്പിക്കൊണ്ടയാൾ പുറത്തേക്ക് ഇറങ്ങി. ചാരി വെച്ചിരുന്ന അയാളുടെ പേടകം നിലത്തു വീണ് കൂപ്പുകുത്തി കിടക്കുന്നു. മണ്ണും ചെളിയും പറ്റിപ്പിടിച്ചു. കുറച്ചു മുൻപ് റപ്പായി ഓടിച്ചുവിട്ട നായ നഷ്ടപ്പെട്ടത് എന്തോ അന്വേഷിച്ചു വരും പോലെ പിന്നെയും മണത്തു വരുന്നു. പീറ്ററും അതിനെ ഒരു കല്ലെടുത്ത് വീക്കി. പിന്നെയും അത് മൂങ്ങി റോഡിലേക്ക് ഓടി. റപ്പായി കൊണ്ടുവന്നു വച്ച കാപ്പി അവിടെ ഇരുന്ന് ആറിത്തണുത്തു. അതിനു ചുറ്റും ഈച്ചയും പ്രാണിയും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. കട്ടിലിനടിയിൽ ഒരു മൂലയ്ക്ക് റപ്പായിയും. ചുരുണ്ടുകൂടി കിടന്ന പുതപ്പും വിരികളുമല്ലാതെ ആ കട്ടിലിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുറേ നാളുകൾക്ക് മുൻപ് ജിങ്കിൾ ബെൽ ജിങ്കിൾ ബെൽ റപ്പായുടെ വീട്ടിൽ നിന്നും പാട്ടിൻ്റെ ആരവമുയർന്നു. കരോൾ പോകാനുള്ള ആവേശത്തിലാണ് സോഫിമോളും കൂട്ടുകാരും. കുറേ നാളുകളായി കീറിയിട്ടിരുന്ന വിറക് കീറിപ്പൊളിക്കുകയാണ് റപ്പായി. അപ്പുറത്തെ വീട്ടിൽ നിന്നും ശാന്ത ചേച്ചി പാറുക്കുട്ടിയെ വിളിച്ചു പോകുന്നുണ്ട്. പാറുക്കുട്ടി സോഫിമോളുടെ കൂട്ടത്തിൽ നിന്നും പാട്ടുപാടി തകർക്കുകയാണ്. എന്താ പരിപാടി റപ്പായി? കൂട്ടാൻ എന്തുണ്ടാക്കി? ഇന്നലത്തെ മത്തിക്കുറയുണ്ട്. പാവം സിസിലിയും വല്യമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ പാട് വല്ലതും പെടണമായിരുന്നു. റപ്പായി ഒന്നും മിണ്ടിയില്ല. വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു അപകടത്തിൽ ഭാര്യയും അമ്മച്ചിയും മരിച്ചു. ആ കുറവ് അറിയിക്കാതെ ഒരപ്പൻ്റെ കടമകൾ എല്ലാം തന്നെ റപ്പായി ഭംഗിയായി ചെയ്തു. മകളെ അല്ലലറിയിക്കാതെ വളർത്തി. തന്നാലാവും വിധം കൂലിപ്പിണയെത്തു. മകളെ പൊന്നുപോലെ നോക്കി. സ്കൂളിൽ നിന്നുള്ള ടൂർ മാത്രം വിട്ടില്ല. അതവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പാ, ഇന്ന് കരോള് പോകുന്നുണ്ട്. എനിക്കറിയാം, നീ 3-4 ദിവസമായി പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അന്ന് രാത്രി റപ്പായി മകൾക്ക് ഒരു സമ്മാനം കൊടുത്തു. പിറ്റേ ദിവസത്തെ ക്രിസ്മസ് സമ്മാനം. ചുവന്ന നിറത്തിൽ മഞ്ഞപ്പൂക്കളുള്ള ഒരു ഉടുപ്പ്. ഇത് കൊള്ളാല അപ്പച്ച. മോൾക്ക് അപ്പച്ചനോട് വല്ല ദേഷ്യമുണ്ടോ? എന്തിനെ? അപ്പച്ചൻ എൻ്റെ മുത്തല്ലേ, എന്തിനാ വിഷമിക്കണേ? അപ്പച്ചന് ഞാൻ ഇല്ലേ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് വേണ്ടിയായിരുന്നു ഇന്നോളം വരെ അയാൾ ജീവിച്ചത്. ദൂരേക്ക് പോണ്ട, ഇവിടെ അടുത്ത് പോവുള്ളൂ. അപ്പവും ജോമോനും പാറും ഒക്കെ ഉണ്ട്. എന്നാലും റപ്പായിക്ക് ആശങ്കയാണ്. പിറ്റേന്ന് നേരം പുലർന്നത് ഒരു ദുരന്ത വാർത്ത കേട്ടാണ്. തേങ്ങലോടെയാണ്. പള്ളിയിൽ നിന്നും അടക്കം കണ്ടു കഴിഞ്ഞു മടങ്ങി വരുന്നവരുടെ കൂട്ടത്തിൽ റപ്പായി ഉണ്ടായിരുന്നില്ല.
പള്ളിമുറ്റത്ത് എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടന്നു. കണ്ണീരിൽ കുതിർന്ന മുഖവുമായി അയാൾ കാണുന്നവരോടെല്ലാം തൻ്റെ സോഫി മോളെ തേടി. ആദ്യമൊക്കെ എല്ലാവരുടെയും അനുകമ്പ പിടിച്ചുപറ്റിയെങ്കിലും നാളുകൾ പോകെ അയാൾ ഒരു ശല്യമായി മാറി. മുഴുഭ്രാന്തനെ പോലെ അയാൾ അലഞ്ഞു. കുട്ടികൾ കണ്ടാൽ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. രാവും പകലും കടന്നുപോയി. കുഴിമാടങ്ങളിൽ തന്നെയായി റപ്പായിയുടെ വാസം. അവിടെയെല്ലാം അയാൾ ചുവന്ന നിറത്തിൽ മഞ്ഞപ്പൂക്കളെ തിരക്കി നടന്നു. കരോളിന് പോയ കുട്ടികളിൽ എല്ലാവരും വന്നു. സോഫിമോൾ മാത്രം വന്നില്ല. മൈതാനത്തിനടുത്ത് മുളക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു പൊട്ടക്കിണറുണ്ട്. ബലൂൺ പിടിക്കാൻ ഓടിയ സോഫിമോൾ ആ കിണറ്റിലെ ആഴങ്ങളിൽ താണുപോയി. ആ ദുഃഖവും പേറി റപ്പായി അലഞ്ഞു. ഇടയ്ക്കൊക്കെ സൈക്കിളിൽ ആടിയാടി വരുന്ന പീറ്റർ മാത്രമായി റപ്പായുടെ കൂട്ടിരിപ്പുകാരൻ. അയാളിലെ അബോധവും റപ്പായുടെ നമ്പരത്തെ മനസ്സിലാക്കിയില്ല. മകളില്ലാതെ ആ അപ്പന് ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. ജീവിക്കാനുള്ള പ്രേരണ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ജീവിതം? അപ്പോഴും അയാൾ മകളെ തേടിക്കൊണ്ടിരുന്നു. അപ്പാ നീട്ടിയ വിളി റപ്പായി ഞെട്ടിയുണർന്നു. സ്വപ്നം. ആകാശത്ത് കുറേ മാലാഖമാർ. അതിന് നടുവിൽ ഒരു കൊച്ചു മാലാഖ. താൻ വാങ്ങിയ ചുവന്ന നിറത്തിൽ മഞ്ഞപ്പൂക്കളുള്ള ഉടുപ്പിട്ടു ചിറകു വീശി നിന്നു ചിരിക്കുന്നു. അത് സോഫിമോളാണ്. അയാൾ ഉമ്രത്തേക്ക് ചെന്നു. സമയം നട്ടുച്ചയായിരിക്കുന്നു. ആകാശത്തേക്ക് നോക്കി. മഴമേഘങ്ങൾ പിന്നെയും കനക്കുന്നു. ലക്ഷ്യമില്ലാതെ അയാൾ റോഡിലേക്ക് ഇറങ്ങി നടന്നു. അപ്പോഴേക്കും മഴ ഭൂമിയിലേക്ക് എത്തി. നേരെ കിഴക്കോട്ടേക്ക് മുഷിഞ്ഞ മുണ്ടും കയറ്റിക്കുത്തി പിച്ചും പേയും പറഞ്ഞ് വേഗത്തിൽ നടന്നു. എതിരെ വന്ന ബൈക്കുകാരനോട് സോഫി മോളെ കണ്ടോ എന്ന് ചോദിച്ചു. അയാൾ അത് കേട്ടതേയില്ല. നനഞ്ഞു കുതിർന്നു മുന്നോട്ട് പിന്നെയും നടന്നു. ദൂരെ എന്തോ മാറി മറിയുന്ന പോലെ. മഴവെള്ളം കണ്ണിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് കാണുന്നതെല്ലാം അവ്യക്തം. റപ്പായി റോഡ് മുറിച്ചു പെട്ടെന്ന് കടന്നു. മഴയിൽ പാഞ്ഞു വളവു തിരിഞ്ഞു വന്ന ഒരു ലോറി ഇടിച്ചു തെറിപ്പിച്ചു. റോഡിന് അരികിലുള്ള പുൽക്കൂട്ടങ്ങളിലേക്ക് തെറിച്ച് കമിഴ്ന്ന് റപ്പായി വീണു. മരണം അയാളെ വിഴുങ്ങുകയാണ്. തൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുകയും ചങ്ക് പിടയ്ക്കുകയും ഉണ്ടായി. പാതിയടഞ്ഞ കണ്ണുകളാൽ ദൂരെ ചുവന്ന നിറത്തിൽ നിറഞ്ഞു നിന്ന കുറേ മഞ്ഞപ്പൂക്കൾ തന്നോട് ചിരിക്കുന്നത് പാതിയടഞ്ഞ കണ്ണുകളിൽ റപ്പായി വീണ്ടും കണ്ടു. കഥ അവസാനിച്ചു. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.